ഹായ് മക്കളെ, ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളത്തെ എക്സാം ഉഷാറായിട്ട് എഴുതണം. എക്സാം ഡേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ബിക്കോസ് നിങ്ങളുടെ വർഷങ്ങൾ നീണ്ടു നിന്ന കഷ്ടപ്പാട് നിങ്ങൾക്കറിയാം. എത്രത്തോളം എക്സാംസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത്, എത്രത്തോളം ക്ലാസ്സുകളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്, എത്രത്തോളം ചാപ്റ്ററുകളാണ് നിങ്ങൾ കവർ ചെയ്തത്. 100ഓളം ചാപ്റ്ററുകൾ പഠിച്ച് വർഷങ്ങളുടെ കഷ്ടപ്പാടിന്റെ എല്ലാം റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു ദിവസമാണ്. ആ റിസൾട്ട് എന്തുമായിക്കോട്ടെ, പക്ഷെ നിങ്ങളായെടുത്ത എഫേർട്ടില് ആ എഫേർട്ടിനാണ് ഞാൻ ആദ്യം നിങ്ങളോട് ഒരു സല്യൂട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മക്കളെ, നമ്മുടെ എക്സാം ഡേ നാളെയാണ്. അപ്പൊ എക്സാം ഡേയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, ആ എക്സാമിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്ന് രാത്രിയിൽ തന്നെ തുടങ്ങണം. അതിലൊന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ചിലർ വിചാരിക്കും സ്ട്രെസ് ആണ്, അപ്പം റിലാക്സ്ഡ് ആവാൻ കുറച്ച് ഔട്ടിംഗ് ഒക്കെ നടത്താൻ പറയും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ തീരുമാനിക്കരുത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം തന്നെ റിവൈസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഉറങ്ങാൻ കിടക്കുന്ന സമയം 11 മണിയാന്നിരിക്കട്ടെ അല്ലെ 10 മണിയാന്നിരിക്കട്ടെ, എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് അതിനേക്കാൾ 1 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന് ഉറങ്ങാൻ കിടന്നിരിക്കണം. ഗാഡ്ജറ്റ്സ് എല്ലാം മാറ്റി വെക്കണം. ഫോണോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അടുത്ത് കൃത്യമായി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഉറങ്ങുന്ന, അതായത് നിങ്ങൾ കിടന്നു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഉറങ്ങുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടുന്ന് 6 തൊട്ട് 7 മണിക്കൂർ വരെ എത്ര നേരം നിങ്ങൾ ഉറങ്ങണമെന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് അലാം സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിരിക്കുക, എന്തായാലും എന്നെ രാവിലെ ഇത്ര സമയത്തെ വിളിക്കാവുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ 1 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്തിരിക്കണം, ഇന്ന് കിടന്നിരിക്കണം. ബിക്കോസ് നിങ്ങൾ എക്സാം സ്ട്രെസ്സിലായിരിക്കാം അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടായിരിക്കാം, നാളെ എന്താകുന്നുള്ള ആൻസൈറ്റി ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഉറക്കം വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ബെഡിലേക്ക് എത്തുക, ഉറങ്ങാൻ കിടക്കുക. സോ അതാണ് ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, മക്കളെ ഫോളോ ചെയ്യുക. സോ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം. നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സ് മാത്രം കൊണ്ടുവരിക. നല്ല നല്ല നിങ്ങളുടെ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചാൽ, MBBS കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ NEET പാസ്സായി കഴിഞ്ഞാൽ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് പോസിറ്റീവായിട്ട് മക്കളെ ബെഡിലേക്ക് എത്തുക. ഇനി മോർണിംഗ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, സമയമൊന്നും കളയണ്ട എന്ന് വിചാരിച്ച് എക്സാമിനേഷന് വേഗം എത്തണം എന്നുള്ള ഒരു ടെൻഷനിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് 3ഓ 4ഓ ബുക്ക് ഒരുമിച്ച് വെച്ച് പഠിക്കാന്നുള്ള ഒരു ധൃതിയിലും ഒക്കെ വെച്ചിട്ട് ഡെയിലി റുട്ടീൻ നിങ്ങൾ മറന്നു പോകരുത്. ചിലർക്ക് ഡെയിലി റുട്ടീൻ ആയിരിക്കില്ലെങ്കിൽ ഡെയിലി റുട്ടീൻ എന്ത് ചെയ്ത് മറന്നുപോലെ. ഞാൻ ഉദ്ദേശിച്ചത് കുളിക്കുക, പല്ല് തേക്കുക, അതുപോലത്തെ കാര്യം. പല്ല് തേക്കുന്നതൊക്കെ മിക്കപ്പോഴും എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് വേണ്ട, ഇനിയിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനിൽ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഡെയിലി റുട്ടീൻ, അതായത് നിങ്ങൾ അതുപോലത്തെ ഫാക്ട്, ആ ഡെയിലി റുട്ടീൻ മിസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ഒന്നും എക്സാമിനേഷൻ അഫക്ട് ചെയ്യരുത്. അതിനുവേണ്ടിയാണ് പല്ലൊക്കെ നന്നായി തേക്കണം. റൈറ്റ്, നന്നായി പല്ലൊക്കെ തേച്ച് ക്ലിയർ ആയി എന്ത് ചെയ്യണം, കുളിക്കുക. ചിലരിപ്പം ഒട്ടും റുട്ടീൻ കറക്റ്റ് ആയിട്ടില്ല എന്നായിരിക്കും. റൈറ്റ്, ചിലപ്പോൾ രാത്രി ആയിരിക്കും പഠിക്കുക, രാവിലെ എഴുന്നേറ്റ് റൈറ്റ് കുളിയൊക്കെ കുറവായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ കുളിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം, ഓർത്ത് വേണം. റൈറ്റ്, കൃത്യമായി പല്ല് തേച്ച് കുളിച്ചൊക്കെ റെഡി ആവണം. റൈറ്റ്, സോ അതായത് വന്നു കഴിഞ്ഞ് കുളിക്കാമെന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ അത്ര ഫ്രഷ് ആയിരിക്കണം. കുളിക്കുന്നതൊക്കെ കൃത്യമായി എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്യണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3ഓ 4ഓ തവണ കുളിക്കുന്നത്. ചിലരുണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒന്ന് കുളിച്ചു, പിന്നെ ഉറക്കം പോകാൻ വേണ്ടി വീണ്ടും. അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡെയിലി എത്രയാണോ ചെയ്യുന്നത് അത് മാത്രം എന്ത് ചെയ്യുക. അപ്പൊ ഡെയിലി റുട്ടീൻ മിസ് ചെയ്യരുത്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. എക്സാമിനേഷൻ സെന്ററിൽ റിപ്പോർട്ടിംഗ് ടൈം എത്രയാണോ അതിനേക്കാൾ 1 മണിക്കൂറെങ്കിലും മുമ്പ് നിങ്ങൾ സെന്ററിൽ എത്തുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുക. ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങളുടെ പേരൻസിനോട് എത്തേണ്ട വഴികളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ നല്ല മഴയാണ്, പല സ്ഥലത്തും പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നന്നായി എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മഴയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിറ്റ് കാർഡൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത്ര സേഫ് ആയിട്ടുള്ള കവറിൽ തന്നെ വേണം കൊണ്ടുപോകാൻ. മഴ നനയാത്ത രീതിയിൽ തന്നെ എത്താൻ കുടയും കാര്യങ്ങളും എല്ലാം എടുത്തു വേണം പോകാൻ വേണ്ടി. അതൊന്നും മറക്കരുത് മക്കളെ. അതൊക്കെ നിങ്ങളെ എന്ത് ചെയ്യുന്നതാണ്, ലാസ്റ്റ് സമയം ടെൻഷൻ കൊടുത്ത ഫാക്ടേഴ്സ് ആണ്. അപ്പൊ മഴയുണ്ട്, എത്തേണ്ട സ്ഥലം എവിടെയാന്ന് നിന്നേ മനസ്സിലാക്കി വെച്ച് കൃത്യമായി അതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിയുമ്പോൾ മാക്സിമം ആളുകളുമായിട്ടുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പരിചയമുള്ള ആൾക്കാരുണ്ടാവും, നിങ്ങൾ പണ്ട് നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഉൾപ്പെടെ ടെൻഷൻ അടിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അത് പഠിച്ചോ ഇത് പഠിച്ചോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും, അതിലേക്കൊന്നും പോകാതിരിക്കുക. ഇനി നിങ്ങൾ അവർ ചോദിക്കും, റൈറ്റ്, സോ ചിലപ്പോൾ ഓടി വന്നിട്ട് എടാ ഈ ഇക്വേഷൻ എന്തായിരുന്നു, ആ ഇക്വേഷൻ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കും. റൈറ്റ്, അങ്ങനെയുള്ള ആൾക്കാർ നിന്നൊക്കെ മാറി നിൽക്കുക. ഇനി ഇവൻ നിങ്ങളുടെ കൂടെ വന്ന ചിലപ്പോൾ പേരൻസ് പോലും എന്താണ്, ചില പേരൻസ് ഉണ്ട്, റൈറ്റ്, മോനെ അത് പഠിച്ചോടാ, ഇത് പഠിച്ചോ, ബയോളജി ഇത് പഠിച്ചു, അത് പഠിച്ചു, ബയോളജി മൊത്തം വായിച്ചു, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ
ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്നും മാറി കൂൾ ആൻഡ് കാം ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഫ്രീ മൂഡിൽ, ചിൽ മൂഡിൽ ഞാൻ എപ്പോഴും പറയുന്ന അതിൽ തന്നെ എന്ത് ചെയ്യുക. നിങ്ങൾക്കറിയാം അഡ്രിനാലിൻ റഷിലായിരിക്കും നിങ്ങൾ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതൊന്നും നിങ്ങളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ റൈറ്റ്. സോ കൂൾ ആയിട്ട് എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തണം. ഇനി ചിലരുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ ഏർലി ആണ്. അപ്പൊ ഉച്ചക്കത്തെ ലഞ്ച് റൈറ്റ് എങ്ങനെ, ആ എക്സാമിനേഷൻ സെന്റർ 1 മണിക്കൂർ മുമ്പാണ് എത്തുന്നതെങ്കിൽ ആ ലഞ്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. ആ ലഞ്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിച്ചിട്ട് വേണം കയറാൻ. കാര്യം ഒരുപാട് സമയം നിങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ ചെന്നാൽ ഒരു ലോങ് ടൈം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ടയർഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് ഫുഡും കൂടെ നിങ്ങൾ കഴിക്കണം. സോ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു അഡ്രിനാലിൻ റഷിലാണ് മക്കളെ, ബിക്കോസ് ആ ഒരു എക്സാം ഫിയറിലാണ്. അപ്പൊ ഒരിക്കലും എനർജി ഡ്രിങ്ക് പലരും ഓർക്കും എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് കയറാം, പിന്നെ ഫുഡൊക്കെ വൈകുന്നേരം കഴിക്കാം, എനർജി മതിയല്ലോ. എനർജി ഡ്രിങ്ക് ഒരിക്കലും ഉപയോഗിക്കരുത്, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഒരു അഡ്രിനാലിൻ റഷിലാണ്. ആൻഡ് ഈ എനർജി ഡ്രിങ്കും കൂടെ ആകുമ്പോൾ അതൊരു ഹൈപ്പർ സ്റ്റേറ്റിലേക്ക് എത്തും. നിങ്ങൾക്ക് എക്സാമിനേഷൻ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നോർമലി കഴിക്കുന്ന നോർമൽ ഫുഡ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കഴിക്കുക, അത് കൊണ്ടുപോകുക. അത് നേരത്തെയാണ് എത്തുന്നതെങ്കിൽ നിയർ ബൈ ചിലപ്പോൾ കടകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ പാക്ക് ചെയ്തെടുക്കുക. അത് കഴിച്ചു കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇതാണ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ചെന്നാൽ ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ നിങ്ങളുടെ കൺസേൺ ആയിട്ട് ഉണ്ടാവേണ്ടത്. അപ്പം മഴയുണ്ട്, അഡ്മിറ്റ് കാർഡ് ഒന്നും നനയാണ്ട് കൃത്യമായി ഫുഡും ഒക്കെ ആയിട്ട് നിങ്ങൾ എക്സാമിനേഷന്റെ ഹാളിന്റെ വാതിക്കൽ 1 മണിക്കൂർ മുമ്പ്, റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പായി തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ റൈറ്റ്, നിങ്ങളുടെ എക്സാമിനേഷൻ തുടങ്ങുന്ന സമയമായി, നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളോട് അത്ര പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല. അവർ ചിലപ്പോൾ നന്നായി എന്ത് ഒച്ചത്തിൽ സംസാരിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാനിന്റെ സൗണ്ട് നിങ്ങളെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ആ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിങ്ങൾക്ക് പല ഫാക്ടേഴ്സ് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അങ്ങനത്തെ ഒരു കാര്യത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കാര്യം നിങ്ങളുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടാണ് മക്കളെ ആ ദിവസം എന്ന് പറയുന്ന ആ 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്ന. അതിൽ നിങ്ങളെ ഒരു ഡിസ്ട്രാക്ഷനും നിങ്ങളെ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നും കൃത്യമായി ഞാൻ എന്ത് ചെയ്യും, ഫോക്കസ്ഡ് ആയിട്ടേ മുമ്പോട്ട് പോകുള്ളൂ എന്ന് നിങ്ങൾ മൈൻഡിനെ ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കുക. അവിടെ ഇതുപോലത്തെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരാമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചിട്ട് വേണം ആ എക്സാം ഹാളിലേക്ക് പോവാൻ. ഞാൻ പറഞ്ഞത് അങ്ങനൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടായാൽ അതിനെയും ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറായിരിക്കണം. ബിക്കോസ് എല്ലാ എക്സാമിനേഷൻ ആളുകളും ഒരുപോലെ ആവണമെന്നില്ല. ബിക്കോസ് എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ആവണമെന്നുമില്ല. ചില ഡിസ്ട്രാക്ഷൻസ് അവിടെ ഉണ്ടാകാം. ആ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നിങ്ങളെ അഫക്ട് ചെയ്യരുത്. നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം, ആ ഒരു കാര്യം എന്ത് ചെയ്യണം, ഫോക്കസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കി ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മുമ്പോട്ട് പോകണം. മക്കളെ നീറ്റ് പോലത്തെ ഇങ്ങനത്തെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് 200 ക്വസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾക്കറിയാം 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് 200 മിനിറ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത്. ആ 200 മിനിറ്റില് ഈ 200 ചോദ്യത്തില് ഒന്നാമത്തെ ചോദ്യം തൊട്ട് അവസാനത്തെ ചോദ്യം വരെ ഒരേ എന്തൂസിയാസം കീപ്പ് ചെയ്ത്, ഒരേ മൊമെന്റം കീപ്പ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2022 നീറ്റ് എന്ന അല്ലെങ്കിൽ 2022 എന്ന വർഷത്തിലെ ആ ചരിത്രത്തിന്റെ ഭാഗമായ ആ 200 ചോദ്യങ്ങളെയും 200നെയും ഒരേ എന്തൂസിയാസത്തോടു കൂടി മെയിൻറ്റെയിൻ ചെയ്ത് മീൻസ് അതിനെ പഠിച്ച് മനസ്സിലാക്കി ചെയ്തു പോകുന്ന കുട്ടികൾ മാത്രമാണ് ടോപ്പറായി മാറുക. അല്ലാതെ ഒരു 10-40 ചോദ്യം കഴിയുമ്പോഴത്തേക്കും സ്കാറ്റേർഡ് ആയിട്ട് അത് വേറൊരു രീതിയിൽ തോട്ടൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് കുറെ കഴിഞ്ഞ് ചെയ്യുന്ന ആൾക്കാർക്കല്ല. ഒരേ എന്തൂസിയാസം കീപ്പ് ചെയ്യണം. ഇനി അങ്ങനെ സ്കാറ്റേർഡ് ആയി പോവാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് 30-40 എത്തുമ്പോൾ തോട്ടൊക്കെ വേറെ ഇതിലേക്ക് പോവാം. അങ്ങനെ സ്കാറ്റേർഡ് ആയി പോകുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ഡീപ് ബ്രീത്ത് എടുക്കണം. ടേക്ക് എ ബ്രേക്ക്, ഒരു 30 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക, ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക, തിരിച്ച് അതേ മൊമെന്റത്തിൽ തിരിച്ചു വരിക, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങൾ ചെയ്യേണ്ട എക്സാമിനേഷൻ ആളിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് അതിന്റെ ഇടയ്ക്ക് ടെൻഷനിലും കാര്യത്തിലും ഒക്കെ പല തോട്ട് പ്രോസസ്, ചിലപ്പോൾ ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കും, ബയോളജിയെ കുറിച്ചുള്ള ആലോചനയായിരിക്കും. അങ്ങനെ അത് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മറിച്ച അവസാനത്തേക്ക് ഒന്നും നോക്കരുത്. ആദ്യം തൊട്ട് തന്നെ നോക്കി, നിങ്ങൾ ബയോളജിയാണ് തുടങ്ങുന്നെങ്കിൽ ആ ബയോളജി തന്നെ നോക്കി പോവാ. അതിന്റെ ഇടയ്ക്ക് ആദ്യം തന്നെ ഫിസിക്സിലേക്കൊന്നും നോക്കി പോവാനേ പോകരുത്. ഒരു റൗണ്ട് ഓടിച്ച് നോക്കാമെന്നുള്ള രീതിയിലേ പാടില്ല. നിങ്ങൾ 101 തൊട്ടേ തുടങ്ങി എന്ത് ചെയ്യാവുള്ളൂ, നോക്കി പോകാവുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒന്ന് സ്കാറ്റേർഡ് ആയാൽ ടേക്ക് എ ഡീപ് ബ്രീത്ത്, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ബ്രേക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ച് ആ മൊമെന്റ് കീപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഫോക്കസ് ഫ്രം ഫസ്റ്റ് ടു 200 ക്വസ്റ്റ്യൻ എന്താണ്, ഒരേ മൊമെന്റം, ഒരേ എന്തൂസിയാസം.
എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് അടുത്ത ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, ഒരു ചോദ്യം നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് രീതിയിലാവാം. ഒന്നെങ്കിൽ നിങ്ങൾ സി ആണെന്ന് വിചാരിച്ച് നിങ്ങൾ സി മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓ ഡി ആയിരുന്നു സി ആയിരുന്നു എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്തിട്ട് അത് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അഫക്ട് ചെയ്യാം. അതിനെ നിങ്ങൾ ഓവർകം ചെയ്യാം. ബിക്കോസ് 200 ചോദ്യവും ചരിത്രമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ അവിടെ ലീവ് ചെയ്തിരിക്കണം. പിന്നെ അതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്തു, അവിടെ ലീവ് ചെയ്തു. അത് സി തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം മക്കളെ. ട്രസ്റ്റ് യുവർ സെൽഫ്. അതാണ് നിങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം. നിങ്ങൾ ചെയ്തതാണ് ശരിയെന്ന വിശ്വാസം, നിങ്ങൾ ചെയ്തതാണ് ശരിയെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ വേണം നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. അടുത്ത ചോദ്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്ത ഒരു ചോദ്യത്തിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യരുത്. അതിനെ അവിടെ വെച്ച് തന്നെ വിട്ടുകളഞ്ഞ് മുമ്പോട്ട് പോകണം. നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക. ഇനി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് നീറ്റ് കിട്ടുക എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം ഗുഡ് മാർക്ക് വേണം. ഡിപ്പെൻഡിങ് ഓൺ യുവർ കാറ്റഗറി അത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ കേരള ഒരു റേഞ്ച് 625 മുകളിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ തവണ ലാസ്റ്റ് റാങ്ക് വന്നിരുന്നു. സോ അപ്പം ആ ഒരു 600+ സ്കോർ ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, 150+ എന്ത് ചെയ്യണം, പോസിറ്റീവ് കിട്ടണം. പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, അറിയാവുന്നത് 50% എബവ് നിങ്ങൾ എന്താണ്, 2 ഓപ്ഷൻസ് നിങ്ങൾ വെട്ടിക്കളഞ്ഞു. അടുത്ത 2 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് മോർ കോൺഫിഡന്റ് 75% റൈറ്റ് 70% റൈറ്റ്. സോ നിങ്ങൾ മാക്സിമം അതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക തന്നെ ചെയ്യണം. വിട്ടുകളഞ്ഞ് മുമ്പോട്ട് പോയി ലോ സ്കോറിംഗ് ആയാൽ നീറ്റ് കിട്ടില്ല. ബിക്കോസ് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നീറ്റിലേക്ക് എത്താവുള്ളൂ. അപ്പൊ ഗസ്സിംഗ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇത്രയും നാളെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് എഴുതി പോകുന്നത് അതുപോലെ തന്നെ പോവുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിത് പറഞ്ഞത് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ, MBBS അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ ഡ്രീം ചെയ്ത് ഏതാണോ മാർക്ക് ആ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യുക തന്നെ ചെയ്യും. മാർക്ക് ചെയ്യാൻ മടിച്ചു നിൽക്കരുത്. ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, മുമ്പോട്ട് പോകണം. ആൻഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. ആ ഓരോ ചോദ്യവും നിങ്ങൾ മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അതാണ് നിങ്ങൾ അടുത്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. ആൻഡ് ഫൈനലി ടൈം മാനേജ്മെന്റ്. 3 മണിക്കൂർ 20 മിനിറ്റ് ആണുള്ളത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ നീറ്റിനെ വെച്ച് ഈ വർഷത്തെ നീറ്റിലേക്ക് എത്തിയപ്പോൾ 20 മിനിറ്റ് കൂടുതൽ കിട്ടി. അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. എല്ലാവർക്കും ഇതിന് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 45 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 45 to 1 മണിക്കൂർ 50 മിനിറ്റിനുള്ളിൽ തന്നെ ബയോളജി കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക. എന്നിട്ട് ഒരു 50 മിനിറ്റ് നിങ്ങൾ ആർക്ക് കൊടുക്കുക, നിങ്ങളുടെ 90 ചോദ്യം ബബിൾ ചെയ്യണം, 100 ചോദ്യം വായിക്കണം. അതിന് നിങ്ങൾക്ക് തന്ന 50 മിനിറ്റ് ആണ്. ബാക്കിയുള്ള 50 മിനിറ്റ് കൊണ്ട് കെമിസ്ട്രി ചെയ്യുക. ഏകദേശം 1 മണിക്കൂർ ഒരു 10 മിനിറ്റോളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്സിന് എടുക്കാം. ബാക്കി വരുന്ന ഒരു 35 മിനിറ്റോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സെക്കൻഡ് റൗണ്ട് ഓഫ് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യുന്ന രീതിയിൽ, അതായത് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ വായിച്ചിട്ട് രണ്ടാമത്തെ റൗണ്ട് നിങ്ങൾ ഓടിച്ചു പോകുന്ന ആ രീതിയിൽ തന്നെ പോകുക. അതൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ ലൈവ് പോയിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ടാകും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എക്സാമിനേഷന്റെ തലേ ദിവസം തൊട്ട് എക്സാം എഴുതുന്നവരെ നിങ്ങളോടൊപ്പം സൈലം ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇനിയൊരു ഓൾ ദ ബെസ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഒരു ഓൾ ദ ബെസ്റ്റ് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. തകർത്ത് എഴുതിയ മക്കളെ, ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീമിൽ സൈലം ടീം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടെൻഷനും ഇല്ലാതെ ഫുൾ കോൺഫിഡൻസിൽ ഹാപ്പി ആയിട്ട് ചിൽ മോഡിൽ എന്ത് ചെയ്യണം, എഴുതിയിട്ടിങ്ങ് പോരണം. 5:30 നമ്മളിവിടെ ഉണ്ടാവും, നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ മെസ്സേജിനായിട്ട്, നിങ്ങളുടെ ഹാപ്പി ഫേസസ് കാണാനായിട്ട് എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആയിരിക്കും. The entire team സൈലം. So that's it. Bye bye. Thank you. All the best guys.